ജീവനുള്ള ഞണ്ടാണ് കറി വെക്കാൻ കിട്ടിയതെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ ബോധം പോകും. പിന്നെ ഞണ്ടിനെ മുറിക്കുമ്പോഴൊന്നും അതിന് വേദന അനുഭവപ്പെടില്ല. പണ്ടുകാലത്തൊക്കെ തിളപ്പിച്ച വെള്ളത്തിൽ ഞണ്ടിനെ ഇട്ടിട്ടാണ് അതിനെ പാചകം ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് നല്ല പെയിൻഫുൾ ആണ്. കറി വെക്കാനായി ഞണ്ടിനെ എങ്ങനെ ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞണ്ടിനെ ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക. ശേഷം ഈ കാലുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഈ ഞണ്ടിൻ്റെ ഷെല്ല് നല്ല കട്ടിയുള്ളതാണ്. ഞണ്ടിൻ്റെ ഈ പുറമേയുള്ള ഭാഗമുണ്ടല്ലോ, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഭാഗം, അത് മുകളിലോട്ട് വലിച്ച് ഉയർത്തിയിട്ട് വേണം ആ ഷെല്ലിനെ ഇറച്ചിയിൽ നിന്നും മാറ്റിയെടുക്കാൻ. ഞണ്ടിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു കത്തി വെച്ച് മുറിച്ചെടുത്തു. ഞണ്ടിനെ ഒരു കത്തി വെച്ച് നടുവേ മുറിച്ചെടുത്തു. ഇങ്ങനെ മുറിക്കുമ്പോൾ ഞണ്ടിൻ്റെ തോടിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഞണ്ടിൻ്റെ കാല് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് കേൾക്കുന്നത്. ഈ ഭാഗമുണ്ടല്ലോ, അത് കളയണം. അത് ഇറച്ചിയൊന്നുമല്ല. ഞണ്ടിൻ്റെ ഈ കാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വെള്ള കളറിലുള്ള ഇറച്ചി നമുക്ക് കാണാം. ഈ കാണുന്ന ഓറഞ്ച് കളറില്ലേ, അതാണ് ഞണ്ടിൻ്റെ മുട്ട. ചിലർ അത് ഉപയോഗിക്കും, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് മുട്ട എടുത്തിട്ടില്ല. ക്രാബ് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടാണിത്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണുന്ന ഈ വെള്ള കളറുള്ളതാണ് അതിൻ്റെ ഇറച്ചി. പിന്നെ കൂടെ അതിൻ്റെ കാലിൻ്റെ ഇറച്ചിയും നമുക്ക് കഴിക്കാം. ഞണ്ട് കറിയാണ് അടുത്ത വീഡിയോ. എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ.